അടിപൊളി മീൻ തലക്കറി ഞാൻ വെച്ചിപ്പോൾ കാണിച്ചു തരാം. എല്ലാവരും ഇത് കണ്ട് ചെയ്യണം. നല്ല സൂപ്പറാണ് കേട്ടോ. മക്കളെ, ഞാനേ ഒരു മീൻ തലക്കറി വെക്കാൻ പോവുകയാണ്. ഇത് കടലിൽ കൂടെ പറക്കണ ഒരു മീനിൻ്റെ തലയാണ് എന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടത് കേട്ടോ. അപ്പോൾ ഇത് കറി വയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കണം കേട്ടോ. സൂപ്പറാണ്. ആദ്യം തല അങ്ങോട്ട് കഴുകി വയ്ക്കുക. പിന്നെ കടുക് താളിക്കുക. പിന്നെ ഇതിൽ 2 മുളകിടണം. വറ്റൽ മുളക് അത് ഇടണം. വറ്റൽ മുളക് ഇട്ട് വറ്റൽ മുളക് ഇടണം. വറ്റൽ മുളക് ഇട്ട് അത് മൂത്ത് ചുമന്ന് വരുമ്പോൾ നമുക്ക് അത് കടുകും മുളകും കൂടെ പൊട്ടിയതിന് ശേഷം നമുക്ക് അത് കുറച്ചുകൂടെ ഉണ്ട് പൊട്ടട്ടെ. ഇത് കുറച്ച് അണച്ചിട്ടിരുന്നു കേട്ടോ, എല്ലാം ആവാത്തത് കൊണ്ട്. അതാണ് ലേറ്റ് ആവണത്. പിന്നെ കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഇടണം. ഉള്ളി സവാള ചീന്തി അരിഞ്ഞ് വെച്ച് ഇതൊന്ന് വഴണ്ട് വരണം. അതിലെ കൂടെ നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ട് ഇനി അത് പച്ചമുളകിടാം. മുളകിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് അതിൽ 2 കല്ലുപ്പിടാം. അപ്പോൾ നല്ലപോലെ ഉള്ളി വഴണ്ട് വരും. അതിൽ പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചുമന്ന് വരണം. ഇച്ചിരി കൂടെ ചുവക്കണം. നല്ല മറും കളറാക്കണം. പച്ചമുളക് സവാള എല്ലാം നല്ല ചെറിയ മൂപ്പായിട്ടുണ്ട് കേട്ടോ. ഇനി പറഞ്ഞുതരാം. വേണ്ട
കറിവേപ്പില ഇടുക. കണ്ടോ, കറിവേപ്പില ഇടുക. പിന്നെയാണെങ്കിലേ എല്ലാവരും അങ്ങനെയാണോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യണത് തക്കാളിക്ക അതിന് നന്നായിട്ട് അതിൻ്റെ തൊലി ചെത്തി കഴുകി തൊലി ചെത്തിയിട്ട് അരി വരെ കളഞ്ഞ് ഞവടി കഴുകി എടുത്തിട്ടാണ് എടുക്കണം. അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും കല്ലിൻ്റെ അസുഖം വരും കേട്ടോ. അത് ഒഴിവാക്കണം. ഇനി നമുക്ക് തക്കാളി ഇടാം കേട്ടോ. കണ്ട കുടംപുളിയാണ് ഞാനിട്ട് വയ്ക്കുന്നത്. സാധാ പുളി ആയാലും മതി, അത് അവരവരെ ഇഷ്ടത്തിനാണ്. ഞങ്ങൾ കുടംപുളിയാണ് ഇടുന്നത്. അപ്പോൾ അത് ഉപ്പ്. പിന്നെ നമുക്കിതെല്ലാം ആയി വന്നിട്ടുണ്ട്. പച്ചമുളകിട്ട്, കറിവേപ്പില ഇട്ട്, തക്കാളി, ഉള്ളി, ഇഞ്ചി എല്ലാം ആയിട്ടുണ്ട്. അത് നല്ല പരുവായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ആദ്യം മുളക് പൊടി ഇടാം. മുളക് പൊടി അതിന് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. അടുത്തത് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു സ്പൂണ് ഉലുവാപ്പൊടി കണ്ടോ. ഇനി നമുക്ക് ഇതിനൊരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇടണം. ഉണ്ടോ? ഇച്ചിരി കൂടെ ഇടാം മതി. ഓക്കെ. ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നമ്മളിട്ട മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി എല്ലാം ഒന്നും കൂടെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്രയും ചൂടായി. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം വേണ്ടേ, വെള്ളം കുറച്ചൊന്ന് ചേർക്കുക. ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന്. ആദ്യം ഇച്ചിരി ചേർത്ത്, അതുകൊണ്ട് ആവശ്യത്തിന് ഇട്ടാറുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഉണ്ടോ? തിളച്ച് വരാണ്ട് തിളക്കട്ടെ. അപ്പം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മളെ തല പറക്കി ഇടാം. ഉണ്ടോ? ഉണ്ടോ? തലേൻ്റെ ഇതാണ് മീൻ. കണ്ടോ?
ചാറ് വെള്ളം കഴുകിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടേ പിന്നെ വഴിയിടും. അപ്പോഴേ എനിക്ക് ഇഷ്ടം വരും കേട്ടോ. ഞാൻ ഉപ്പിട്ട് കഴുകും മീൻ കേട്ടോ. ചെറിയ ഉപ്പിട്ട് നന്നായിട്ട് മീൻ കഴുകി എടുത്തിട്ട് വേണം പിന്നെ ഇനി നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം. അടച്ച് വയ്ക്കാൻ പോവുക ആയിട്ട്. മീൻ അടച്ചു വെച്ചു. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് ടേസ്റ്റൊക്കെ നോക്കാം. ഓക്കെ. ഇനി നമുക്ക് ഇത് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അല്ലേ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യമ്മ സൂപ്പർ, നന്നായിരിക്കുന്നു. നല്ല അടിപൊളി കറി. നിങ്ങളെല്ലാവരും ഒന്ന് തലക്കറി വെച്ച് നോക്കിയേ. സൂപ്പർ തന്നെ കേട്ടോ. നമുക്കേ നല്ല ഈ തലക്കറിയുടെ കൂടെ നല്ല വെള്ള പൂക്കലാണ് പിരിയണ ചോറും ഈ തലക്കറിയും കൂടെ കൂട്ടി നമുക്ക് തെച്ചാറും ഒഴിക്കാനും ഒക്കെ കൂടെ കൂട്ടി കഴിച്ചാൽ സൂപ്പറാണ് കേട്ടോ. നിങ്ങളും ഇതൊക്കെ അങ്ങോട്ട് ചെയ്യുക. ഈസിയാണ്. ഞാൻ ഗ്യാസിലിട്ടാണ് ഈ അരിയൊക്കെ വേവിച്ചെടുക്കണം പെട്ടെന്ന്.